നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ഇന്നത്തെ ആദ്യത്തെ പരാതി കരുമാലിൽ നിന്നും SV രാജപ്പന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ പറവൂർ താലൂക്കിലെ കരുമാലൂർ വില്ലേജിലാണ് താമസിക്കുന്നത്. ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമാണ്. പെൻഷനും ലഭിക്കുന്നുണ്ട്. 2025 ഡിസംബർ മാസത്തിൽ എല്ലാവർക്കും 2 മാസത്തെ പെൻഷൻ ലഭിച്ചപ്പോൾ എനിക്ക് 1 മാസത്തെ പെൻഷനേ ലഭിച്ചുള്ളൂ. അതിന് കാരണം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞാൻ 2024 മസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ്. ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ മസ്റ്റർ ചെയ്യുന്ന ആളാണ്. കൂടാതെ ലൈഫ് സർട്ടിഫിക്കറ്റും ഞാൻ ക്ഷേമനിധി ബോർഡിൽ ഏൽപ്പിക്കാറുണ്ട്. ആയതിനാൽ എനിക്ക് മുടങ്ങിയ പെൻഷൻ കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? ഈ പരാതി നിയമവേദി എറണാകുളം കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി താങ്കൾ 2024 മസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. താങ്കൾ നിയമവേദിക്ക് നൽകിയ കോപ്പികളിലും 2024 മസ്റ്റർ ചെയ്ത കോപ്പി വെച്ചിട്ടില്ല. 2023 ജൂൺ മാസത്തിൽ മസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ചെയ്തിരിക്കുന്നത് 2025 ജൂലൈ മാസത്തിലാണ്. നിലവിൽ 2024 ജൂൺ മാസം വരെ താങ്കൾക്ക് പെൻഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നൽകുന്നത് 2024 നവംബർ ഡിസംബർ മാസത്തിലേതാണ്. ഇനി നൽകാൻ പോകുന്നത് 2025 ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തുടങ്ങിയ മാസങ്ങളിലെയും ആണ്. 2025 ജൂലൈ മാസത്തിലെ പെൻഷൻ കൊടുത്തു തുടങ്ങുമ്പോഴേ ഇനി താങ്കൾക്ക് പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ ചിലരുടെ മസ്റ്റർ ചെയ്താലും പരാജയപ്പെട്ടു പോകാറുണ്ട്. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ രേഖ സഹിതം ക്ഷേമനിധി ബോർഡിനെ സമീപിച്ചാൽ അവർ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കും. അഥവാ മസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് സർക്കാരിലേക്ക് അപേക്ഷ കൊടുക്കുകയേ നിർവാഹമുള്ളൂ. തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. ഇനി രണ്ടാമത്തെ പരാതി മണ്ണഞ്ചേരിയിൽ നിന്ന് ഷാനവാസാണ് പരാതിക്കാരൻ. പരാതി വായിക്കാം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് താമസിക്കുന്നത്. ജലക്ഷാമവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ഞങ്ങളുടേത്. ചുറ്റുമുള്ളത് മലിനജലമാണ്. 3 വർഷത്തോളമായി പൈപ്പിൽ വെള്ളം വന്നിട്ട് പല പരാതികളും ഇതിനകം ഞങ്ങൾ ബന്ധപ്പെട്ടവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ യാതൊരുവിധ തീരുമാനവും ആയിട്ടില്ല. വേനൽക്കാല ആരംഭം മുതൽ കായൽ ജലത്തിന് ഉപ്പാണ്. ശുദ്ധജലം ലഭിക്കാത്തതിനാൽ ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടതയിലാണ്. പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൽ മാത്രമാണ് ഇത്രയും ജലക്ഷാമം ഉള്ളത്. ഞങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പഞ്ചായത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. വണ്ടിയിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് പോലും അവർ തയ്യാറാകുന്നില്ല. ശുദ്ധജലം കിട്ടിയിട്ട് വളരെ നാളുകളായി. ആഴ്ചയിൽ 1 തവണയെങ്കിലും ശുദ്ധജലം കിട്ടിയാൽ അത് തന്നെ ഞങ്ങൾക്ക് ആശ്വാസമാണ്. ആയതിനാൽ ശുദ്ധജലം കിട്ടുന്നതിന് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? വളരെയധികം നാളുകളായി ശുദ്ധജലം ലഭിക്കുന്നില്ല എന്ന ഈ പരാതി നിയമവേദി മണ്ണഞ്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ ലഭിച്ച മറുപടി പറയാം. നിലവിൽ കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജലക്ഷാമം ആ ഭാഗത്തുണ്ട്. ജനങ്ങൾക്ക് അതുമൂലം ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട്. അതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മണ്ണഞ്ചേരിയിൽ ഒരു വലിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടാതെ ചാത്തനാട് പമ്പിംഗ് സ്റ്റേഷനിൽ ബൂസ്റ്റിംഗ് പമ്പിംഗ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ടൗണിലുള്ള ടാങ്കിൽ നിന്നും വാട്ടർ സപ്ലൈ റെഗുലേറ്റ് ചെയ്ത് കത്തിൽ പരാമർശിച്ച ഭാഗത്ത് ജലം എത്തിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. മണ്ണഞ്ചേരി പഞ്ചായത്ത് ടാങ്കർ ലോറി കൊണ്ടുവന്നാൽ വെള്ളം ഫ്രീ ആയി നൽകാൻ തയ്യാറാണ് എന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള നീക്കം നടത്തുക. മണ്ണഞ്ചേരി പഞ്ചായത്തിലുള്ള ഈ കുടിവെള്ളക്ഷാമം ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് നിയമവേദി വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ പരാതി കൂത്താട്ടുകുളത്ത് നിന്നുള്ള പൊന്നമ്മ CK ആണ് പരാതിക്കാരി. പരാതി നോക്കാം. ഞാൻ കൂത്താട്ടുകുളത്തെ സ്ഥിര താമസക്കാരിയാണ്. അച്ഛനും അമ്മയും എനിക്ക് 3 സെന്റ് സ്ഥലം തന്നിരുന്നു. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവായിരുന്ന വ്യക്തിക്ക് 1.5 സെന്റ് സ്ഥലം ദാനമായി നൽകിയിരുന്നു. ഭൂമി കൊടുത്തു കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറി താമസിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ അദ്ദേഹത്തിന്റെ 3ാമത്തെ ഭാര്യയാണ് എന്ന്. ഞാൻ കൊടുത്ത 1.5 സെന്റ് സ്ഥലം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി എന്നും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് 2023 ഞാനൊരു പരാതി കളക്ടറേറ്റിൽ കൊടുത്തിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് MLAക്ക് പരാതി കൊടുത്തിരുന്നു. MLA കളക്ടറേറ്റിലേക്ക് വിളിച്ചു പറയാമെന്നും
വില്ലേജിൽ നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഞാൻ നിരവധി തവണ കളക്ടറേറ്റിൽ പോകാറുണ്ട്. എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ എന്നെ പറഞ്ഞയക്കുകയാണ് പതിവ്. ഇപ്പോഴെനിക്ക് 60 വയസ്സുണ്ട്. ആയതിനാൽ ഇക്കാര്യത്തിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്? ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ. അപേക്ഷ കൊണ്ട് കാണുന്നത് നിങ്ങളുടെ 3 സെന്റ് സ്ഥലം, നിങ്ങളുടെ പരമ്പരാഗതമായ നിങ്ങൾക്ക് സ്വത്തവകാശമായി ലഭിച്ച 3 സെന്റ് സ്ഥലത്തിൽ നിന്ന് നിങ്ങളോടൊപ്പം താമസിച്ച ആള്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്ത് താമസിച്ച ആളായാലും നിങ്ങളോടൊപ്പം ചേർന്ന് കുടുംബ ബന്ധം പുലർത്തി താമസിച്ച ആളായാലും നിങ്ങൾ ദാനാധാരമായി കൊടുത്തിട്ടുള്ള വസ്തുവകകളാണെന്ന് മനസ്സിലാകുന്നു. ദാനാധാരമായി കൊടുത്തിട്ടുള്ള വസ്തുവകകൾ ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഭർത്താവ് എന്നുള്ള പരിഗണനയിലോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒത്തൊരുമിച്ച് കുടുംബ ബന്ധം പുലർത്തി താമസിച്ച് വന്നിരുന്ന ആള് എന്ന നിലയിലോ നിങ്ങൾ ദാനാധാരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആധാരം റദ്ദ് ചെയ്യാൻ, നിങ്ങൾ 60 വയസ്സിന് മുൻപാണ് ഈ ദാനാധാരം ചെയ്ത് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കളക്ടറേറ്റിലോ RDO കോടതിയിലല്ല നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾ പകരം നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുള്ള ഒരു സിവിൽ കോടതിയെ സമീപിച്ച് ആ ദാനാധാരം റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. ആ റദ്ദ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ നിർബന്ധിച്ച് നിങ്ങളുടെ സ്വത്തവകാശം തട്ടിയെടുക്കുന്നതിലോട്ട് വേണ്ടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒത്തൊരുമിച്ച് ജീവിച്ചു കൊള്ളാം, നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വാഗ്ദാനത്തിലാണ് നിങ്ങൾ ദാനാധാരം ചെയ്തതെന്നും അങ്ങനെ ആ ദാനാധാരത്തിന്റെ വിരുദ്ധമായി ഇപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുന്നില്ല എന്നും നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്നു എന്നും രേഖപ്പെടുത്തി നിങ്ങൾ വ്യക്തമായി അവിടെ ഒരു സിവിൽ കേസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ കണ്ട് നിങ്ങൾ ഈ ആധാരത്തിന്റെ പകർപ്പുകളും എല്ലാം കൊടുത്താൽ നിങ്ങൾക്ക് ഈ ആധാരം സിവിൽ കോടതിയുടെ നടപടികളുടെ ഭാഗമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അത് റദ്ദ് ചെയ്ത് കിട്ടും. പകരം നിങ്ങൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ആധാരം ചെയ്യുന്ന അവസരത്തിൽ, ദാനാധാരം ചെയ്യുന്ന അവസരത്തിൽ 60 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് RDO കോടതിയിൽ സമീപിച്ചാലാണ് നിങ്ങൾക്ക് റദ്ദ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കളക്ടറേറ്റിൽ കൊടുത്ത അപേക്ഷ നിയമസാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് അവര് അതിന് ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ അപേക്ഷ കൊണ്ട് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ശാരീരിക ഉപദ്രവമോ മാനസിക ഉപദ്രവമോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഗാർഹിക പീഡന നിയമപ്രകാരം, നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഗാർഹിക പീഡന നിരോധന ഉത്തരവ് പ്രകാരം അദ്ദേഹം നിങ്ങളുടെ കോമ്പൗണ്ടിൽ കയറരുതെന്നും നിങ്ങളെ ഉപദ്രവിക്കരുതെന്നും എന്ന് പറഞ്ഞ് വ്യക്തമായി നിങ്ങൾക്ക് ഒരു പോലീസിന്റെ ഉത്തരവ് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വ്യക്തമായി, അതിന് കൂടാതെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് അദ്ദേഹത്തിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഉത്തരവ് ലഭിക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നിങ്ങൾക്ക് ചെലവിന് പണം കിട്ടും. ഗാർഹിക പീഡന നിയമപ്രകാരം ഒത്തൊരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു ദിവസമെങ്കിലും ഗാർഹിക ബന്ധം പുലർത്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവിത ചെലവുകൾക്കായി പണം ലഭിക്കുന്നതിനും കോടതിയെ സമീപിക്കാം, മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാം, വസ്തുവകകൾ റദ്ദാക്കി കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാം. അതിന് നിങ്ങൾ സിവിൽ കോടതിയെയാണ് സമീപിക്കേണ്ടത്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾക്ക് നിത്യജീവിത ചെലവുകൾക്കുള്ള പണവും നിങ്ങളുടെ സംരക്ഷണവും, നിങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറരുതെന്നും നിങ്ങളെ ശാരീരികവും മാനസികമായും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞും നിങ്ങൾക്ക് ഒരു നിരോധന ഉത്തരവ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്നാണ് കത്തുകൊണ്ട് മനസ്സിലാകുന്നത്. എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതാത് സമീപത്തുള്ള പ്രദേശത്തുള്ള കോടതി സമുച്ചയത്തിൽ തന്നെ ഒരു സൗജന്യ നിയമ സേവനം ലഭിക്കുന്നതിലോട്ട് വേണ്ടിയിട്ടുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് എല്ലാ കോടതി സമുച്ചയത്തിലും ഉണ്ടാവും. അവിടെ നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ച് നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് സൗജന്യ സേവനത്തിനായി ഒരു സീനിയർ അഭിഭാഷകനെ വെച്ച് തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യ സേവനമായി ഒരു അഭിഭാഷകനെ ലഭിക്കും. അവിടെയും നിങ്ങൾക്ക് യാതൊരു പണം മുടക്കില്ലാതെ അത്യാവശ്യം ചെലവുകൾക്ക് വേണ്ടിയുള്ള പണം മാത്രമേ അവർക്ക് കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. മറ്റ് അഭിഭാഷകർ ചാർജ് ചെയ്യുന്ന പോലെ വലിയ ഫീസുകളൊന്നും കൊടുക്കാതെ തന്നെ സർക്കാർ സേവനത്തിൽ നിങ്ങൾക്ക് അതിന്റെ സൗജന്യ സേവനം ലഭിക്കുന്നതിലോട്ട് വേണ്ടിയുള്ള ഒരു നടപടിക്രമവും നിങ്ങൾക്ക് ഉള്ളതാണ്. ഇനി 4ാമത്തെ പരാതി കളമശ്ശേരിയിലുള്ള ലില്ലി മാത്യൂസിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു വഴിയോര കച്ചവടം ചെയ്യുന്ന വ്യക്തിയുമാണ്. 2022 10,000 രൂപ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ ലഭിക്കുമെന്നറിഞ്ഞതിനെ തുടർന്ന് ഞാനൊരു പൊതുമേഖലാ ബാങ്കിനെ സമീപിക്കുകയും വായ്പയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്തു. വായ്പാ തുക 10 മാസ തവണ വ്യവസ്ഥയിൽ തിരിച്ചടക്കുകയും ചെയ്തു. അതിന്റെ കൈപ്പറ്റ് രസീത് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. തുടർന്ന് 20,000 രൂപയുടെ ലോണിന് അർഹതയുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് വീണ്ടും ബാങ്കിനെ സമീപിക്കുകയും ലോണിന് അപേക്ഷിക്കുകയും തുക കൈപ്പറ്റുകയും അതും കൃത്യമായി തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്.
അതിന്റെ സർട്ടിഫിക്കറ്റും ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് 50,000 രൂപയോളം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ബാങ്കിനെ സമീപിക്കുകയും അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ബാങ്ക് പറയുന്നത് ഈ ലോൺ എനിക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ്. 2019 എടുത്ത ലോണിന്റെ തിരിച്ചടവിൽ കാലതാമസം നേരിട്ടതിനാൽ സിബിൽ സ്കോർ ഇല്ല എന്നും ആയതിനാൽ ലോൺ അനുവദിക്കാൻ സാധ്യമല്ല എന്നുമാണ്. എന്നാൽ 2019 അതിനു മുമ്പോ ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല. കൂടാതെ മറ്റൊരു ലോണിനും ഞാൻ ജാമ്യവും നിന്നിട്ടില്ല. 2022 മുതലാണ് ഞാൻ ലോണുകൾ എടുക്കുവാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാനൊരു ഭിന്നശേഷിക്കാരിയാണ്. കൂടാതെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുമാണ്. ആയതിനാൽ ഇതിനെ പറ്റിയൊന്നും കൂടുതലായി അറിവില്ല. ഈ സിബിലിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് അർഹതപ്പെട്ട ലോൺ ബാങ്കുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആയതിനാൽ ഈ ലോൺ കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ KI വർഗീസ്. ശ്രീമതി ലില്ലി മാത്യു നിയമവേദിക്ക് അയച്ച കത്ത് വായിച്ചു. അതിൽ നിന്ന് മനസ്സിലാകുന്നത് 2022 10,000 രൂപയുടെ ഒരു വായ്പ എടുത്തിരുന്നു. അത് കൃത്യമായി തിരിച്ചടച്ചു. അതിനുശേഷം 20,000 രൂപ വായ്പയായിട്ടെടുത്തു. അതും കൃത്യമായിട്ട് തിരിച്ചടച്ചു. അതിനുശേഷം 50,000 രൂപയുടെ വായ്പയ്ക്ക് ബാങ്കിനെ സമീപിച്ചപ്പോൾ ലില്ലി മാത്യുവിൻ്റെ പേരിൽ 1,860 രൂപ ഒരു റൈറ്റ് ഓഫ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചു. 31,577 രൂപ ലോണായിട്ട് എടുത്തിരുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് സിവിൽ സ്കോർ മോശമായതുകൊണ്ട് വായ്പ തരുവാൻ ബുദ്ധിമുട്ടാണെന്ന് ബാങ്ക് അറിയിച്ചു. ഇനി എങ്ങനെയാണ് വായ്പ ലഭിക്കുക എന്ന് തന്നെയുമല്ല, അവർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു വായ്പ ബാങ്കിൽ നിന്ന് എടുക്കുകയോ അത് തിരിച്ചടയ്ക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള പോംവഴി എന്താണെന്ന് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സിബിളിൽ ചിലപ്പോൾ തെറ്റായ റിപ്പോർട്ടുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാര മാർഗങ്ങളുമുണ്ട്. അപ്പോൾ 2023 ഒക്ടോബർ മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലർ ഉണ്ട്. അതനുസരിച്ചിട്ട് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സംവിധാനമുണ്ടെന്ന് മാത്രമല്ല, റെക്ടിഫൈ ചെയ്യുന്ന കാര്യത്തിൽ കാലതാമസം വന്നാൽ ആ കംപ്ലൈൻറ്റ് അയക്കുന്ന ആൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുവാനുള്ള ഒരു പ്രൊവിഷൻ കൂടി അതിലുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരാൾ വായ്പ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ആ വായ്പയുടെ വിവരങ്ങൾ അതാത് സമയത്ത് ഏത് സ്ഥാപനമാണോ വായ്പ തരുന്നത് ആ സ്ഥാപനം, ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, അവർ ഈ സിബിലിനെ അത് അറിയിക്കും. അതനുസരിച്ചിട്ട് വായ്പയുടെ ഡീറ്റെയിൽസ് സിബിലിൻ്റെ റെക്കോർഡിൽ ഉണ്ടാകും. അത് കഴിഞ്ഞ് വായ്പ തിരിച്ചടച്ച് കഴിഞ്ഞപ്പോൾ അത് സിബിലിൻ്റെ റെക്കോർഡിൽ നിന്ന് അത് മാറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ആ ഇൻഫർമേഷൻ സിബിൽ, അതിനെയാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി എന്ന് പറയുക. അപ്പോൾ ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഏത് സ്ഥാപനമാണ് വായ്പ കൊടുക്കുന്നത് ആ വായ്പയുടെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥാപനമാണ് സിബിൽ എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ കാര്യത്തിൽ താങ്കൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഈ മുടക്ക് വരുത്തി എന്ന് പറയുന്ന ഒരു വായ്പ താങ്കൾ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് നേരിട്ട് സിബിലിന് ഒരു കത്ത് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിലായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം, നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഒരു പരിഹാരം അവർ ഉണ്ടാക്കി തരണം. 30 ദിവസത്തിനുള്ളിൽ ഒരു പരിഹാരം നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ പിന്നീട് വരുന്ന ഓരോ ദിവസത്തെ താമസത്തിനും ഒരു ദിവസം 100 രൂപ എന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ ലഭിക്കുവാനുള്ള നിയമം ഇന്ന് റിസർവ് ബാങ്ക് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് സിബിലിന് ഒരു ഒന്നുകിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു ഇമെയിലായിട്ടോ ഒരു കത്ത് അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ആ കമ്പനി സിബിലിൻ്റെ ആസ്ഥാനം ബോംബെയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സിബിൽ CIBIL എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഫുൾ അഡ്രസ്സ്, സിബിലിൻ്റെ തന്നെ ഫുൾ പേര് ട്രാൻസ് യൂണിയൻ സിബിൽ ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ്
CIBIL, അത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അത് കഴിഞ്ഞ് info@transunion.com എന്നാണ് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ്. അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് 02261404300. പക്ഷേ ഫോണിൽ വിളിക്കുന്നതിനേക്കാൾ നല്ലത്, കാരണം റെക്കോർഡ് വേണം, നിങ്ങൾ കൊടുത്ത കംപ്ലൈൻറ്റിന് റെക്കോർഡ് കിട്ടാൻ നല്ലത് ഒന്നുകിൽ ഒരു കത്ത് അയക്കുക നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ അവർക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ അതിന് മറുപടി തരും. അപ്പോൾ അവർ ഏത് സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്ത വിവരമാണ് അവരുടെ അടുക്കലുള്ളത് എന്ന് നിങ്ങളോട് അറിയിക്കും. അപ്പോൾ അങ്ങനെ അത് നിങ്ങളെടുത്ത വായ്പയല്ലെങ്കിൽ അതിൻ്റെ കറക്ഷൻ അവരവിടെ വരുത്തും. അങ്ങനെ കറക്ഷൻ വരുത്താൻ കാലതാമസം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 30 ദിവസത്തിനുള്ളിൽ അങ്ങനെയുള്ള കറക്ഷൻ വരുത്തിയിട്ടില്ലെങ്കിൽ അവർ ഓരോ ദിവസത്തെ ഡിലേക്കും നിങ്ങൾക്ക് 100 രൂപ വെച്ച് കോമ്പൻസേഷൻ തരേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ സിബിൽ റെക്കോർഡിൽ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ലോൺ ഡീറ്റെയിൽസ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ വായ്പ നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിബിലിന് അപ്പോൾ അവർക്ക് ഒരു കത്തയക്കുക. കത്തയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.